ഗ്യാരണ്ടി ഞാൻ തരികയാണ്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് വൺ ഡേ വാച്ച് പാർട്ടി കാണണം. കുടുംബത്തോടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ്സ് എനിക്ക് സിനിമയ്ക്ക് അത് പറയാനില്ല. അത്ര ഭയങ്കര സിനിമയാണ്. എന്തായാലും ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ്, ഒരു ലാഗുമില്ല. ഫുൾ ടൈം അടിപൊളി സിനിമ. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ പ്രൊഡ്യൂസർ, അയാൾ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയാവട്ടെ അമ്പാൻ, മികച്ച. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളും വളരെ വളരെ വിലപ്പെട്ട ആക്ടർമാരാണ്. എല്ലാവരും ഭാവിയിലേക്ക് ഇങ്ങനെ സിനിമ ചെയ്യണം. ഓരോ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഓരോ ആക്ടറെ, പുതിയ ആക്ടർമാരെ കൊണ്ടുവന്ന് പരീക്ഷ നടത്തുന്ന ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീജിത്ത് എന്ന് പറയുന്ന ഡയറക്ഷൻ അടിപൊളി. ഫ്രെയിം ആണെങ്കിലും ബീജം ആണെങ്കിലും പാട്ടാണെങ്കിലും കീട്ടിലും അനശ്വര രാജനൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കണം. അമ്പാനും അതുപോലെ സലീം കുമാറിന്റെ മോനുണ്ട്. അതില് അമ്പാന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യനുണ്ട്. കീട്ടിലും അതുപോലെ അമ്പാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. കീട്ടിലും അടിപൊളി സിനിമയാണ്. ഈ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതാകുമെന്നുള്ളത് യാതൊരു സംശയം വിചാരിക്കേണ്ട. കിട്ടിലം പടം, പെർഫോമൻസ് അടിപൊളി പടം, ഒരു രക്ഷയില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് നാളിന് ശേഷം ത്രൂ ഔട്ട് കോമഡിയിൽ നിൽക്കുന്ന ഒരു പടമാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും 100% തൃപ്തിപ്പെടുത്തുന്നതാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഒന്നടങ്കം തിയേറ്ററിൽ വന്ന് പടം കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അഭിനയിച്ചവർക്കും അതുപോലെ തന്നെ ശ്രീജിത്ത് ബാബുവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇഷ്ടപ്പെട്ടോ? എന്റെ ആദ്യത്തെ മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഈ ഒരു കോംബോ? എങ്ങനെയുണ്ട് ഈ ഒരു കോംബോ ആയിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെയാണ് മൊത്തത്തിൽ ചിരിക്കാനാണോ? എല്ലാവരും കണ്ടിരിക്കുക. അമ്പാൻ എങ്ങനെയുണ്ട്? പൊളിച്ചോ? അമ്പാൻ എങ്ങനെയുണ്ട്? ക്രൂ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്രൂ സൂപ്പറായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. ചേച്ചി പടം എങ്ങനെയുണ്ട്? ഒരു ചിരിപ്പടമാണോ? ഫാമിലിക്കൊക്കെ വന്ന് കാണാവോ? പിന്നെ തീർച്ചയായിട്ടും അവരുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാവരും നന്നായിട്ട്. എന്റെ മോളെ അഭിനയിക്കേണ്ടത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? തിയേറ്ററിൽ സ്ക്രീൻ ആണോ? ചേച്ചി പടം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഴയ ആളുകൾക്കും പുതിയ ആളുകൾക്കും ഒക്കെ കോമഡിയാണ്. എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും ഇവര് തിയേറ്ററിൽ പൊട്ടിച്ചിരി വിടർത്തുന്ന ഒരു പടമാണല്ലേ? അതെ അതെ, തിയേറ്റർ പൊട്ടിച്ചിരിക്കും. കയ്യടിയായിരുന്നു ഓരോ. ഇവരുടെ കോംബോ ആണ് അമ്പാനും അനശ്വരിയും തമ്മിലുള്ള ആ കോംബോ അടിപൊളിയാണ്. കാസ്റ്റിംഗ് എല്ലാം പക്കയാണ്. ഇഷ്ടപ്പെട്ടോ? സജിൻ എങ്ങനെയുണ്ട്? അമ്പാൻ എങ്ങനെയുണ്ട്? കൊള്ളാം, പൊളിയാണോ? കണ്ടില്ല, കാണണം. അയ്യോ ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അതിന്റെ അഭിപ്രായം പറഞ്ഞു. എങ്ങനെയുണ്ട്? ഔട്ട് എങ്ങനെയുണ്ടോ? വന്നപ്പോൾ ഒരു കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? അവരൊക്കെ ഒരുപാട് ചിരിപ്പിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു സ്ക്രീൻ കണ്ടപ്പോ? കൊള്ളാം അല്ലേ? പടം കാണാൻ വരുന്നവരോട് എന്താ പറയണ്ടേ? ഞങ്ങള് പടം എങ്ങനെ ചേച്ചി? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് അഭിനയൊക്കെ എല്ലാവരുടെയും? ഒരുപാട് ചിരിക്കാനുണ്ടോ? കുടുംബമായിട്ടിരുന്നൊന്ന് കാണാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പൈങ്കിളി പ്രണയത ഫെബ്രുവരി 14 കാണാൻ പറ്റിയ പടം. ക്ലീശയാണ് ഫുൾ സംഭവം. അവരാദ്യം തന്നെ പ്രസന്റ് ചെയ്തേക്കുന്നത് ഒരു ക്ലീശ പൈങ്കിളി കഥ, ഒരു കുറച്ച് ഓവർ ദ പെർഫോമൻസ്. സച്ചിൻ്റെ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, എക്സ്ട്രീം അഴിച്ചിട്ടില്ലായിരുന്നു. ഓരോ നോക്കാണ് ജസ്റ്റ് കാണാൻ പറ്റിയ പൈങ്കിളി കുഞ്ഞി പ്രേമമാണ്. അത്ര ഉള്ളു. കാണുന്ന ആളുകളെ കിളി വളർത്തുന്ന പടമാണോ? കിളിയില്ല, എന്താ പറയുക, ക്ലീശ സംഭവങ്ങളാണ്. അപ്പോൾ അത് ക്ലീശയില്ലാതെ അവതരിപ്പിച്ചാണ്. പക്ഷെ അത് കുറച്ച് കോമഡിക്ക് അത്യാവശ്യം വർക്കൗട്ടായിരുന്നു. ഓരോ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച്.